തമ്പനിയിൽ നല്ല അട്രാക്റ്റീവായി ഇരുന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോ റീച്ചിലേക്ക് എത്തത്തുള്ളൂ. തമ്പനിയിൽ മാത്രം അട്രാക്റ്റീവായി ഇരുന്നാൽ പോരാ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. മഴൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും, അപ്പോൾ ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ എങ്ങനെ തമ്പനിയിൽ മനോഹരമാക്കിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാമെന്നാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ പലർക്കും തമ്പനിയിൽ കൊടുക്കാൻ അറിയാതിരിക്കാം. ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുക്കുന്നു, ഫോട്ടോന്റെ ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇല്ലാതായിട്ട് നമുക്ക് ആ ഫോട്ടോ മാത്രമായിട്ട് എങ്ങനെ എടുത്ത് മറ്റുള്ള ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ സെറ്റ് ചെയ്യാം എന്നാണ് കേട്ടോ ഇതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഈ വീഡിയോ. എൻ്റെ ചാനൽ കാണുന്നത് പ്രത്യേകിച്ച് തുടക്കക്കാരായിട്ടുള്ള ക്രിയേറ്റേഴ്സാണ്. അപ്പോൾ അറിയാവുന്നവരുണ്ടാവും, അറിയാത്തവർ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. കമ്പനിയെ കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നൊന്നുമില്ല. നിങ്ങൾക്കറിയാം, കമ്പനിയിൽ നല്ല അട്രാക്റ്റീവായി ഇരുന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോ റീച്ചിലേക്ക് എത്തത്തുള്ളൂ. കമ്പനിയിൽ മാത്രം അട്രാക്റ്റീവായി ഇരുന്നാൽ പോരാ, അതിലെ കണ്ടന്റും അട്രാക്റ്റീവായിരിക്കണം, നല്ല കണ്ടന്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിലൊരു ഘടകമാണ് കമ്പനിയിൽ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കമ്പനിയിൽ നല്ല രീതിയിൽ അട്രാക്ഷനോടുകൂടി ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടന്റ് ഒക്കെ നല്ലതായിരിക്കും, ചിലപ്പോൾ കമ്പനിയിൽ മോശമാണെങ്കിലും നമ്മുടെ വീഡിയോ എവിടെ എത്തത്തില്ല അല്ലെ, അങ്ങനെ തന്നെ കിടക്കും. നമ്മൾ ചിലപ്പോൾ കമ്പനിയിൽ മാറ്റിക്കൊണ്ടേയിരിക്കും. കമ്പനിയിൽ മാറ്റാൻ വേണ്ടി നമുക്ക് യൂട്യൂബ് തന്നെ പറയും, ഗുഡ് ആണെങ്കിൽ ഗുഡ്, അല്ലെങ്കിൽ വെൽ ഗ്രേറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ മോശമാണെങ്കിൽ ഡൗൺ ആയി കാണിക്കും. അപ്പോൾ മോശമാണെങ്കിൽ നിങ്ങൾ കമ്പനിയിൽ വീണ്ടും മാറ്റുക എന്നൊക്കെ പറയും, ടൈറ്റിലും കമ്പനിയിലൊക്കെ മാറ്റി കൊടുക്കുക എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് അതൊക്കെ മാറ്റേണ്ടി വരും. മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ കുറേ പ്രാവശ്യം മാറ്റിയാൽ മാത്രമേ നമുക്ക് നല്ലൊരു കമ്പനിയിൽ അത് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനൊക്കെ ഒരുപാട് കമ്പനിയിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഇടുമ്പോൾ കമ്പനിയിലൊന്നും വലിയ അട്രാക്റ്റ് ഉണ്ടാകില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇടേണ്ടതൊക്കെ വരുമല്ലോ കമ്പനിയിൽ, നമുക്ക് ആലോചിച്ച് ഇപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിൽ നമ്മൾ പെട്ടെന്ന് ഇടുമ്പോൾ നമ്മുടെ കമ്പനിയിൽ ചിലപ്പോൾ എന്താ പറയുക, ക്ലിക്ക് ത്രൂ റേറ്റ് ഉണ്ടാകത്തില്ല, മനസ്സിലായോ? അപ്പോൾ നമുക്ക് കമ്പനിയിലാണ് മെയിനായിട്ട് നല്ലതാക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കമ്പനിയിൽ നല്ല രീതിയിൽ ചെയ്യാമെന്നൊരു ചെറിയൊരു ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം 50-55 യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ചെറിയ രീതിയിൽ. അപ്പോൾ അതെല്ലാം ചേർത്ത് പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം, താല്പര്യമുള്ളവർ കാണുക. ഓക്കെ, അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വീണ്ടും ഒരു കാര്യം കൂടെ പറയാം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ലൈക്കൻ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് എന്തിനാണ് ആദ്യം തന്നെ പറയുന്നത് എന്ന് വിചാരിക്കേണ്ട. അപ്പോൾ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ലൈക്ക് ചെയ്യാനെങ്കിലും ഓർമ്മ വരത്തുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്യാതെ കാണാം. ഞാൻ ഇൻഷോട്ടിലാണ് കേട്ടോ കമ്പനിയിൽ സെറ്റ് ചെയ്യാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇൻഷോട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ സെൻറ്ററിൽ ഫോട്ടോ എന്ന് കാണും. അപ്പോൾ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ എന്ന് കാണും. നമ്മൾ മുമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മുമ്പത്തെ ഇതൊക്കെ കാണും. അപ്പോൾ ന്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ ഗാലറിയിലോട്ട് പോകും. കണ്ടില്ലേ, ഗാലറിയിൽ കുറേ ഫോട്ടോ കാണുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യത്തെ ക്യാൻവാസ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ 16:9 സെൻറ്ററിൽ കണ്ടില്ലേ, ഇത് ക്ലിക്ക് ചെയ്യാം. എങ്കിൽ മാത്രമേ നമ്മുടെ യൂട്യൂബിൻ്റെ തമ്പനെയിലിൻ്റെ സൈസിൽ വരത്തുള്ളൂ. അതിനാണ് കേട്ടോ. ഇനി ഈ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് ഫോട്ടോ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് സൈഡ് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ കട്ടൗട്ട് എന്ന് കാണും. കട്ടൗട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. കണ്ടില്ലേ, നമ്മുടെ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം പോയി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഏത് ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ എന്തെങ്കിലും സൈഡ് എന്തെങ്കിലും ചെറിയ ഇതുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മായ്ക്കാൻ വേണ്ടി ഇവിടെ ഇറൈസർ ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് മായ്ക്കാൻ പറ്റും. പിന്നെ ഔട്ട്ലൈൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇഷ്ടാനുസരണം ഔട്ട്ലൈൻ കൊടുക്കാം. ഡാർക്ക് ലൈറ്റ് എന്നൊക്കെ ഉണ്ട് കേട്ടോ, പലതരം ഔട്ട്ലൈൻസ് ഉണ്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും വലിച്ച് മാറ്റാൻ പറ്റും, ചെറുതാക്കുക വലുതാക്കുക എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, എന്ത് വേണമെങ്കിലും നമുക്കിതിനെ ചെയ്യാൻ പറ്റും. ഈ ഫോട്ടോ മാത്രമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ കണ്ടില്ലേ ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണും. സൈഡ് സ്വീപ്പ് ചെയ്യുമ്പോൾ കണ്ടില്ല ബാക്ക്ഗ്രൗണ്ട്, അതിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള കളർ നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് എന്താണോ കളർ വേണ്ടത് അതൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഫോട്ടോയ്ക്ക് അനുസരിച്ച് കളർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കാം. കണ്ടില്ലേ, നമുക്ക് വെച്ച് നോക്കിയിട്ട് ഇഷ്ടമുള്ള കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ബ്ലാക്ക് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, വേണ്ട ഇത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഫോട്ടോയ്ക്ക് അനുസരിച്ച് കളറൊന്ന് കറക്റ്റായി വരണം. ഫോട്ടോയിൻ്റെ കളറും ഇതിൻ്റെ കളറും മാച്ചായി കിട്ടുമ്പോൾ മാത്രമേ തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ
ഇത് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വെറുതെ കൊടുത്താണ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ യൂട്യൂബ് ടിപ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. വലുതാക്കാൻ ചെറുതാക്കാൻ അതിൻ്റെ എന്താണ് ഷാഡോ അതൊക്കെ അറിയാമല്ലോ, അതൊന്നും ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടായിപ്പോഴും. പിന്നെ ലേബൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, സ്ക്വയർ ടൈപ്പ് ഓരോ ടൈപ്പ് ഉണ്ട് ലേബൽ, പല റൗണ്ട് ഷേപ്പ് ഉണ്ട്, പിന്നെ ലൈന് മാത്രമായിട്ടുണ്ട്, അങ്ങനെ പലതുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഓരോന്നും പറയുമ്പോൾ സമയം കൂടുതലായി പോകും, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ തമ്പനയിൽ നമുക്ക് എടുക്കാമെന്ന് മാത്രമാണ് കേട്ടോ കാണിച്ചു തരുന്നത്. കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ നമുക്ക് തമ്പനയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു പരസ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പരസ്യം നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല, പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലോട്ട് പോയി കിട്ടും. ഡ്രാഫ്റ്റിലേക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് പിന്നെ എന്തെങ്കിലും ചേഞ്ച് വരുത്താണെങ്കിൽ ചേഞ്ച് വരുത്താൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടത് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് വരുത്താണ്. അപ്പോൾ ഇനി ഒരു ഫോട്ടോ കൂടെ ഞാൻ എടുക്കുന്നുണ്ട്, അതേപോലെ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഗാലറിയിൽ പോയിട്ട് ഒരു ഫോട്ടോ കൂടെ എടുത്തിട്ടുണ്ട്. അതേ ഫോട്ടോ തന്നെയാണ് ഒരിക്കൽ കൂടെ എടുത്തേ ഉള്ളൂ കേട്ടോ. ഇതൊന്നുകൂടെ കാണിച്ചു തരാം. ഇത് വേറൊരു തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇനി നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമ്മളിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ടാണല്ലോ, അപ്പോൾ നമുക്ക് ഈ ഫോട്ടോ മാത്രം വേറൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് എങ്ങനെ കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനാണ്. അപ്പോൾ ഇനി ഈ ഫോട്ടോ എങ്ങനെ നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ കട്ടൗട്ടിൽ വന്നിട്ട് ഇങ്ങനെ കൊടുക്കുക, എന്നിട്ട് നമുക്ക് ഔട്ട്ലൈനും കൊടുക്കുക. അപ്പോൾ ഞാൻ മുമ്പ് കാണിച്ചില്ലേ, അതേപോലെ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ബാക്ക്ഗ്രൗണ്ട് ഇതിൽ ഒരു കളറും കൊടുക്കാൻ പാടില്ല, ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ട് ഒരു കളറും കൊടുക്കാൻ പാടില്ല, ഇങ്ങനെ തന്നെ എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ വീണ്ടും പരസ്യം വന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാതെ തന്നെ എക്സ്പോർട്ട് ചെയ്ത് നമ്മുടെ ഗാലറിയിൽ എത്തിക്കണം കേട്ടോ. അപ്പോൾ ഈ പരസ്യം കഴിയട്ടെ. അപ്പോൾ പല ആപ്പിലും പരസ്യം വരുന്നതായിരിക്കും, ക്ഷമിക്കുക, കഴിയാനായിട്ടോ. പരസ്യം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളറൊന്നും കൊടുക്കാതെ തന്നെ ഗാലറിയിലോട്ട് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗാലറിയിൽ പോയിട്ട് കാണാം അപ്പോൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഫുൾ ബ്ലാക്ക് ആയി വരും. ഞാൻ ബ്ലാക്ക് കളർ കൊടുത്തിട്ടില്ല, പക്ഷേ ബ്ലാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ. അപ്പോൾ ഇതിന് നമുക്ക് ഈ ഫോട്ടോ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഇനി സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ക്യാൻവൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരുപാട് യൂട്യൂബ് തമ്പനെയിൽസിൻ്റെ മോഡൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നമ്മുടെ ഫോട്ടോ എങ്ങനെ വരുത്താമെന്ന് കാണിച്ചു തരാം. അപ്പോൾ കണ്ടില്ലേ, ഫസ്റ്റ് തന്നെ യൂട്യൂബ് തമ്പനെയിൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ സൈസിൽ ഒരു മാറ്റവും വരുത്തേണ്ട ആവശ്യമില്ല കേട്ടോ. യൂട്യൂബിൻ തമ്പനെയിലിൻ്റെ സൈസ് തന്നെയാണിത്. അപ്പോൾ ഓപ്പണായി വരുന്നുണ്ട്, കുറച്ച് സമയം എടുക്കും. അതാണ് കണ്ടില്ലേ, കുറേ ടെംപ്ലേറ്റ്സ് ഉണ്ട്, എത്ര വേണമെങ്കിലും നമുക്ക് കിട്ടും. പക്ഷേ പ്രോ എഴുതിയത് മാത്രം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ, അതിന് ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനൊരു തമ്പനെയിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലുള്ള ഫോട്ടോ സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുത്തിട്ടുണ്ട്. താഴെ ഗാലറി എന്ന് കാണും, അതിലോട്ട് പോകുമ്പോൾ നമ്മുടെ ഗാലറിയിലോട്ട് പോകും. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത് വെച്ച ഫോട്ടോ ഉണ്ടല്ലോ, എക്സ്പോർട്ട് കൊടുത്ത ഫോട്ടോ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് എന്ന് കാണിക്കും. അപ്പോൾ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലോട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ടൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ടൈറ്റിലും വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് വേറെ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളുടെ വേറെ എന്തെങ്കിലുമൊക്കെ ടൈറ്റിൽ ഇൻഷോട്ടിലോ വേറെ ആപ്പിൽ കൊണ്ടിട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ ടൈറ്റിൽ തന്നെ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് വരും. അപ്പോൾ നമുക്ക് വേറെ ഇതേ സൈസിൽ നമുക്ക് വേറെ നമ്മുടെ ടൈറ്റിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടില്ലേ, ബ്ലാക്ക് വന്ന ശേഷം കണ്ടില്ലേ യൂട്യൂബ് ടിപ്സ് എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും വലുതും ചെറുതൊക്കെ ആക്കാൻ പറ്റും കേട്ടോ. ഇതിൽ എല്ലാ ടൈറ്റിലും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റിന് ചിഹ്നം വരും, ഡിലീറ്റ് ചെയ്യാം. മേലത്തെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡ് എന്ന് കാണിക്കും. അപ്പോൾ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. കണ്ടില്ലേ, ഡൗൺലോഡ് ചിഹ്നം മേലെയാണ്. നമുക്ക് പിക്സാർട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ മേലത്തെ ഒരു ആരോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഡൗൺലോഡായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗാലറിയിൽ തന്നെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ഫോട്ടോ ആണ് കേട്ടോ നമ്മൾ അങ്ങനെ ആക്കി കൊടുത്തത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൊടുക്കാത്ത ഫോട്ടോ ആണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഗാലറിയിൽ വന്ന് കിടക്കും. അപ്പോൾ ഇനി നമുക്ക് യൂട്യൂബിൻ്റെ വീഡിയോയിൽ ഇത് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൊടുക്കാത്ത ഫോട്ടോ എക്സ്പോർട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ഏത് ബാക്ക്ഗ്രൗണ്ടിലും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ പറയണം, വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.